ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ? ഞാൻ ആദ്യം തന്നെ വണ്ടിയുടെ പുറകു ഭാഗം അങ്ങ് കയറിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇത് എവിടേക്കാണ്? നമ്മൾ കുറച്ച് സാധനങ്ങൾ അങ്ങ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആലത്തൂർ പോവുകയാണേ. അപ്പോൾ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സുൽഫിക്ക വന്നതല്ലേ, അപ്പോൾ സുൽഫിക്കാനെയും കൂട്ടി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പോയി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ബ്ലോക്കായിരുന്നു റോഡിൽ കേട്ടോ. കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ പതുക്കെ അങ്ങ് ബ്ലോക്ക് തീരുന്നത് നോക്കി നോക്കി ഞങ്ങൾ അങ്ങ് പതുക്കെ കയറി കേട്ടോ. അപ്പോൾ ഇതൊരു ക്ഷേത്രമാണ്. അവിടെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഡ്രൈവിംഗ് പഠിക്കേണ്ടവർ പഠിക്കുന്നുണ്ട്. ഒത്തിരി തവണ ഇവിടെയൊക്കെ വന്ന് ഡ്രൈവിംഗ് പഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ വണ്ടിയിൽ എണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് നമ്മളങ്ങ് കയറുകയാണ് കേട്ടോ. അകത്തോട്ട്, അതായത് ടൗണിലേക്ക് അങ്ങ് കയറുകയാണ്. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഒത്തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികമില്ല, എങ്കിലും ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അങ്ങ് കിട്ടത്തുള്ളൂ. അപ്പോൾ വണ്ടി ഇതാ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊന്നും നോക്കിയപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ. എങ്കിലും കിട്ടിയ സ്ഥലത്ത് അങ്ങ് നിർത്തി നമ്മൾ പോവുകയാണ്. മെയിനായിട്ട് ഇന്ന് ചെറിയ മോനെ സ്കൂളിൽ നമ്മൾ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് കുറച്ച് ബുക്സ് വാങ്ങിക്കണം. കളർ ബുക്കുകൾ, അതുപോലെ തന്നെ അക്ഷരമാലകളൊക്കെ ഉള്ള ബുക്കുകൾ നമ്മൾ വാങ്ങിക്കണം. അതിന് വേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ അങ്ങ് മൊബൈലിൽ അഡിക്ഷനായി പോകും കേട്ടോ. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ അതാണല്ലോ മെയിൻ. അപ്പോൾ ഇതൊക്കെ അങ്ങ് ഇടയിലൂടെ അങ്ങ് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ വാങ്ങിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമൊക്കെ ആയി. എത്ര നേരത്തേക്കാണെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇത് ഞാൻ പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കളറൊക്കെ ചെയ്യുന്നുണ്ട്. പുസ്തകത്തിൽ നോക്കി പഠിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റം വാങ്ങിക്കണം. ഫാൻസി ഐറ്റം അല്ല കേട്ടോ, കുറച്ച് ക്രീം വാങ്ങിക്കണം. അപ്പോൾ ഒരു ഫാൻസി സ്റ്റോറിലോട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ നല്ല നല്ല കമ്മലുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കുകയാണ് കേട്ടോ. സാധാരണ ഇതെങ്ങനെയൊന്നും എടുക്കാറില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഒരു പീസ് ഞാൻ എടുത്തു കേട്ടോ. വെള്ള മുത്തൊക്കെ ആയിട്ടുള്ളൊരു പീസ് എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കുറച്ച് കളക്ഷൻസ് കേട്ടോ. അപ്പം അധികമില്ല, എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇത് ഇസ്മിൻ്റെ സ്റ്റോറാണ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള ഇക്ക തന്നെയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ സവോള, തക്കാളി തുടങ്ങിയ ഐറ്റംസൊക്കെ ഇക്കയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി. സവോള, തക്കാളി ഉണ്ടായിരുന്നു, ഇഞ്ചി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു, പച്ചമുളക്, ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ പച്ചക്കറികളൊന്നും ഇക്കയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വണ്ടി കുറേ ദൂരെ നിർത്തിയത് കൊണ്ട് സുൽഫിക്ക് അത് വണ്ടിയിൽ വെക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ബേക്കറിക്കാണ് പോകുന്നത്. സാധാരണ നമ്മൾ എണ്ണക്കടി, ചായയൊക്കെയാണ് കുടിക്കാറ്. പക്ഷേ ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ചൂട് കാലത്ത് അത് കുടിച്ച് കഴിഞ്ഞാൽ ഇനി സുൽഫിക്കാക്ക് അങ്ങ് ചൂടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ബേക്കറിയിൽ തണുത്ത എന്തെങ്കിലും ഐറ്റം കഴിക്കാൻ വേണ്ടി അങ്ങ് വന്നു കേട്ടോ. ഇവനിതാ ബ്ലാക്ക് ഫോറസ്റ്റ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ 2 പേർക്ക് നമ്മൾ ഓരോ പീസ് ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ടേസ്റ്റ് അങ്ങനെ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് പ്രധാനമായിട്ടും അവിൽ മിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. ഇത് നന്നായിട്ട് അങ്ങ് അവിൽ മിൽക്ക് സെറ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ. അത് നന്നായിട്ട് അലിഞ്ഞങ്ങ് ചേർന്നിട്ടൊന്നുമില്ല. എങ്കിലും ഞങ്ങളത് കഴിച്ചു. ഒരു കൂളായിട്ട് എന്താ പറയുക, വേറെ ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ചെറുതിനത് ഞാൻ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. കയ്യിലങ്ങ് വേണമെന്ന് വിചാരിച്ച് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പക്ഷേ ഗ്ലാസ് കയ്യിൽ നിന്ന് പൊട്ടിയാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കോരി കൊടുക്കുകയാണ്. വേറെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം സുൽഫിക്ക് ഇറങ്ങി വാങ്ങിച്ചുകൊണ്ട് ഫോണ് എൻ്റെ കയ്യിലായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് സ്നാക്സ്, പിന്നെ അരി സാധനങ്ങൾ. ഇത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് മുട്ട അങ്ങ് വാങ്ങിച്ചങ്ങ് വെക്കും. അപ്പോൾ ഒരു 10-18 എണ്ണം ഉണ്ട് തോന്നുന്നു അതിൽ മറ്റേ കേട്ടോ. പിന്നെ ചീര കണ്ടപ്പോൾ ഇടയിൽ നിന്ന് ചീര അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പൊരികടലയാണ്, അതായത് പൊട്ടുകടല എന്നൊക്കെ പറയില്ലേ, ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറേ സാമ്പാർ കഷ്ണങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. വന്ന ഉടൻ തന്നെ അതൊക്കെ ഞാൻ റെഡിയാക്കി അങ്ങ് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പക്ഷേ പച്ചക്കറി വെക്കാനുള്ള സ്ഥലമൊന്നും ഫ്രിഡ്ജിലൊന്നും ഇല്ല. എനിക്ക് എല്ലാപ്പോഴും സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞങ്ങ് ഇരിക്കണം കേട്ടോ. അതാണ് എനിക്ക് കാണാനിഷ്ടം. അപ്പോൾ പച്ചമുളകൊക്കെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫ്രിഡ്ജിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന സാധനം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങ് എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളിൽ ഒരാളായ ഞാൻ. ഓക്കെ, ബായ്.